ഈ ഒരു ഹെൽമെറ്റും വെച്ച് ഈ ഒരു മുഖം കാണുമ്പോൾ എനിക്ക് ഇതാണ് ഓർമ്മ വരുന്നത്. ഞങ്ങൾ മൂന്നാലും ശിവന്റെ അമ്പലത്തിൽ പോവുകയാണ്. ഈ അമ്പലത്തിന്റെ പേരറിയത്തില്ല. ചെന്നപ്പോൾ അമ്പലം തുറന്നില്ല. പിന്നെ അവിടെ കുറച്ചു നേരം കറങ്ങി നിന്നു. കേസ് അന്വേഷിക്കാൻ വരുന്നത് പോലെയാണ് രണ്ടുപേരുടെ നിൽപ്പ്. ചെറിയ ആള് വന്നുടനെ തന്നെ അന്വേഷണം തുടങ്ങി. കാലിന്റെ അകത്ത് പൊടി പറ്റിയെന്ന് സെർച്ച് ചെയ്യുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്പലം തുറന്നായിരുന്നു. തൊഴുതിട്ട് ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ നല്ലൊരു ശിവന്റെ ശില്പം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ആഴിമലയാണ് ഓർമ്മ വന്നത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നക്ഷത്ര വൃക്ഷങ്ങൾ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നാളിന്റെ വൃക്ഷത്തിലൊക്കെ ഒരു കുടം വെള്ളം ഒഴിക്കാം. അച്ഛനും മോൾക്കും ഒരു നാളാണ് കേട്ടോ. അവിടെ തൊഴുതിറങ്ങിയതിനു ശേഷം ഞങ്ങൾ വേറൊരു അമ്പലത്തിലേക്ക് പോവുകയാണ്. ചേട്ടന്റെ നാട്ടിലത്തെ അമ്പലത്തിലേക്ക് പോകുന്നത് കുറവാണ്. 2 ദിവസത്തേക്കാണ് നിൽക്കാൻ വരുന്നത്. അതുകൊണ്ട് ഒട്ടും സമയം കിട്ടാറില്ല. ഉള്ളിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നേരെ അർത്തുങ്കൽ പള്ളിയിലേക്കാണ് വന്നത്. ദൂരെ നിന്ന് കണ്ടപ്പോൾ പരന്നതാണ് വിചാരിച്ചത്. അതൊരു പട്ടമായിരുന്നു. ഉത്സവം കഴിഞ്ഞ അടുത്ത ദിവസമാണ് വന്നത്. എന്നാലും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. മോൾക്കൊരു സർപ്രൈസ് ആയിരുന്നു. ബീച്ചിൽ പോകുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. കടയിൽ വരുന്നതാണ് പറഞ്ഞത്. ബീച്ച് കണ്ടപ്പോൾ പുള്ളിക്കാരി നല്ല ഹാപ്പിയായി. ഇവിടെ അവൾക്ക് വേണ്ടിയാണ് ഈ കോളിഫ്ലവർ മേടിച്ചു വെച്ചത്. എന്നിട്ട് അതിന്റെ മുന്നിൽ പോയി ചോദിക്കുവാണ്. മിക്കുള്ളവരും തറയിരുന്ന് കഴിക്കുന്നത് കണ്ട് അവൾക്കും തറയിരുന്നാൽ മതി എന്ന് പറഞ്ഞു. മെയിനായിട്ട് പുള്ളിക്കാരിയുടെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞത് മണ്ണിൽ കളിക്കണം എന്നതാണ്. കുറച്ചു നേരമല്ലേ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് സർബത്ത് കുടിക്കാനായിട്ട് പോയി. അവൾക്ക് വെള്ളമൊന്നും വേണ്ട, അവൾക്ക് ഇവിടെ ഇരുന്ന് കളിച്ചാൽ മതി. ഞാൻ നോക്കിയപ്പോൾ അവിടെ കിടന്ന് മറിയുകയാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കപ്പലണ്ടി മേടിച്ചിട്ട് നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ടാറ്റാ.